കോഴിക്കോട്ടെ CPIM നേതാവ് PSC നിയമനത്തിന് വലിയ തുക കോഴ വാങ്ങി എന്ന ആരോപണം പൂർണ്ണാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് CPIM ഇന്നും. അങ്ങനെ ഒരു പരാതി കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വത്തിന് മുൻപാകെ വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നു ജില്ലാ സെക്രട്ടറി. താൻ പണം വാങ്ങിയിട്ടില്ല, പണം വാങ്ങുന്ന പാരമ്പര്യമില്ല എന്നാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം. അതേസമയം നിയമസഭയിൽ ഇത് വലിയ വാഗ്വാദത്തിന് വഴിവെക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PSC പരിശുദ്ധമാണെങ്കിലും മറ്റു തട്ടിപ്പുകൾ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞത് ഏത് തട്ടിപ്പിനെ കുറിച്ചാണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒപ്പം VD സതീശൻ ചോദിക്കുന്നു, ഒരു പരാതിയും ആർക്കുമില്ല, എല്ലാം കൽപ്പിത കഥയാണെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരായ ദമ്പതികളുടെ മൊഴിയെടുത്തു എന്ന ചോദ്യവും അവിടെ ഉയർത്തപ്പെടുന്നു. സത്യത്തിൽ കോഴിക്കോട്ടെ ലോക്കൽ പാർട്ടി ലീഡർ 20 ലക്ഷത്തിലധികം രൂപ PSC വഴിയുള്ള നിയമനത്തിന് കോഴ വാങ്ങിയെന്നത് കൽപ്പിത കഥയാണോ? പ്രതിപക്ഷത്തിന്റെ വെറും പുകയാരോപണമാണോ? മാധ്യമങ്ങളുടെ വെറും കെട്ടുകഥയാണോ? അതോ അതിനപ്പുറം ഈ സംഗതി പുറത്തു വരും മുൻപേ പാർട്ടി ഇടപെട്ട് പണം തിരികെ കൊടുത്ത് ഒത്തുതീർപ്പാക്കി വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഈ വിഷയം ഇന്നും സംസാരിക്കുകയാണ്. സ്പെഷ്യൽ എഡിഷൻ നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് CPIMൽ നിന്ന് ശ്രീ V വസീഫ്, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, A സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, പ്രമോദ് കോട്ടൂളി പറയുന്നു എനിക്കെതിരെ ഒരു പരാതിയുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒന്നും നടക്കുന്നില്ല, എൻ്റെ പാരമ്പര്യം അതല്ല എന്ന്. ജില്ലാ സെക്രട്ടറി പറയുന്നു അങ്ങനെ ഒരു സംഗതിയും ജില്ലാ കമ്മിറ്റിയിലില്ല എന്ന്. നിയമസഭയിലും സർക്കാരിൻ്റെ പ്രതികരണം കണ്ടതാണ്. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ സർക്കാരും പാർട്ടിയും എല്ലാം നിഷേധിക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഒരാളിങ്ങനെ പണം വാങ്ങിയ ആൾ ഞാൻ പണം വാങ്ങിയെന്ന് എവിടെയെങ്കിലും സമ്മതിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നത്, അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും വന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. CPM എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ PSC ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെമ്പറാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ദമ്പതികളിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് വസ്തുതയായതുകൊണ്ടാണല്ലോ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവും മന്ത്രിയുമായിട്ടുള്ള ആൾ തന്നെ പാർട്ടിക്കാണ് പരാതി കൊടുത്തത്. അങ്ങനെ പരാതി ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരികയും ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. സ്വാഭാവികമായും അത് ഉണ്ടായാൽ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പാർട്ടിക്കകത്ത് ഇന്ന് പഴയ പോലെ ഇരുമ്പുമറിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല, സ്റ്റാലിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തൊരു പാർട്ടിയാണ് CPM എന്ന് അനവധിയായ പല ആരോപണങ്ങളും പുറത്തു വന്നതോടെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വാഭാവികമായി ഈ അന്വേഷണം നടക്കുമ്പോൾ വലിയ രൂപത്തിൽ പൊട്ടിത്തെറിയിലേക്ക് പോകും. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ PSC എന്ന് പറയുന്നത് വളരെ വിശ്വാസ്യതയോടുകൂടി കണ്ടൊരു കാലഘട്ടമായിരുന്നു. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ PSCയെ സ്വപ്നം കണ്ടുകൊണ്ട് അതിനകത്ത് നിയമനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാവും പകലും അധ്വാനിച്ച് പഠിച്ചൊക്കെ നിൽക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ അത്താണിയായി കാണുകയാണ് ഈ PSCയെ. ആ PSCയുടെ വിശ്വാസ്യത എങ്ങനെ തകർന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. SFIയുടെ ഗുണ്ടകളായിട്ടുള്ള 2 ആളുകൾ നിസാമും ശിവരഞ്ജിത്തും പോലീസ് ലിസ്റ്റിനകത്ത് 1ഉം 2ഉം റാങ്ക് വാങ്ങിയത് എങ്ങനെയാണെന്നും ആരാണ് അവരെ സഹായിച്ചതെന്നും അതിൻ്റെ കൃത്യമായ അന്വേഷണം ഇവിടെ എത്തിയെന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ കൃത്യമായ രൂപത്തിൽ തെളിവോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് PSC മെമ്പർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് 60 ലക്ഷം രൂപ വാങ്ങുന്നതിന് വേണ്ടി CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും CIT ജില്ലാ സെക്രട്ടറിയുമായ ഒരു കാലത്ത് മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും ഉറ്റനിയായി ഇപ്പോൾ ഇളമരം കരീമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു CPM നേതാവ് വാങ്ങി എന്നുള്ള ആരോപണം പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് പാർട്ടിക്കകത്ത് വലിയ പരിക്കുണ്ടാകുമ്പോൾ അവരെ ഒതുക്കി തീർത്തിട്ടുണ്ടാകും, അവരുമായി സംസാരിച്ചിട്ടുണ്ടാകും. 20 ലക്ഷം കൊടുക്കാൻ പാർട്ടിക്ക് 20 ലക്ഷം തിരിച്ചു കൊടുത്ത് പാർട്ടിയെ മാനക്കേടിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നിലപാട് അവരുമായി ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടാവാം ഇത് മറ്റു രൂപത്തിലേക്ക് പോകാതെ. പക്ഷേ എന്നാൽ പോലും ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ അറിഞ്ഞും അറിയാത്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് CPMനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ ഇതൊരു PSC തട്ടിപ്പാണെങ്കിൽ അതിന് കണ്ണൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? DYFIയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ഉയർത്തിക്കൊണ്ടുവന്ന കൃത്യമായ രൂപത്തിൽ CPM നേതാക്കന്മാർ വാങ്ങിയ പണത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട കോറി മാഫിയയുടെയൊക്കെ ബന്ധപ്പെട്ട് പണം വാങ്ങി എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് കൃത്യമായ മറുപടി പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. മനു തോമസിന്റെ ആരോപണത്തിന് ഇൻസിഡൻസ് ഈ വിവാദത്തിനകത്ത് എന്താണ് ഇപ്പോൾ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ ബാക്കിയുള്ളതെന്നാണ് എൻ്റെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടത്, സത്യസന്ധമായി അന്വേഷിക്കേണ്ടത് പാർട്ടി കോടതിയും, പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ CPMൻ്റെത്. അപ്പോൾ സ്വാഭാവിക പാർട്ടിക്കകത്താണ് അന്വേഷണം. അതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചാൽ ഏത് കേസും പാർട്ടി സ്ത്രീ വിഷയമായാലും മറ്റു തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ അതിൻ്റെ അളവും തൂക്കവും പരിശോധിക്കാനൊക്കെ പാർട്ടിക്ക് സംവിധാനം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അത് സെറ്റിൽ ചെയ്യും. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ ആൾ പണം വാങ്ങിയെങ്കിൽ പരാതി പോലീസിലേക്ക് കൊടുക്കണമായിരുന്നു. ഇയാൾ പേര് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യം
പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് കൃത്യമായി കോഴിക്കോട് പാർട്ടിക്കകത്ത് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവർ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇത് പുറത്തു വന്നത്. അങ്ങനെ പുറത്തു വന്നൊരു കാര്യത്തിനകത്ത് നിഷ്പക്ഷമായി ഞങ്ങൾക്ക് ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, അത് പോലീസ് അന്വേഷിക്കട്ടെ, അതൊന്ന് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കണം. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നില്ല. എന്നാൽ പാർട്ടി ഇത് സെറ്റിൽ ചെയ്തു, പാർട്ടി കോടതിയിൽ തീരുമാനം എടുത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ പറയും ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തെളിവുണ്ടോ, പരാതിയുണ്ടോ, രേഖയുണ്ടോ, പോലീസ് ഉണ്ടോ എന്നൊക്കെ ഇവർ ചോദിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ പോലീസ് രേഖയുണ്ടോ പരാതിയുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് CPM മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ വെല്ലുവിളിക്കുകയും അങ്ങനെ നിങ്ങൾ ആളുകളോട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ സത്യസന്ധന്മാരാണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ജനങ്ങൾ അത് അംഗീകരിച്ചില്ല എന്നുള്ള തെളിവാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരാജയമെന്ന് CPM മനസ്സിലാക്കണം. ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം CPM സ്വീകരിക്കുന്ന നിലപാടെന്താണ് നമുക്കറിയാം. ഇന്നിപ്പോൾ പുറത്തു കേൾക്കുന്ന വാർത്തകൾ പ്രകാരം ഏരിയ കമ്മിറ്റി അദ്ദേഹത്തിന്റെ വിശദീകരണം പരിശോധിക്കുന്നു, അവർക്ക് തൃപ്തരല്ല എന്ന വിവരം പുറത്തു വരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായെന്നുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് തേടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന്. പക്ഷേ CPMന്റെ എല്ലാ ഫ്രാക്ഷൻസും ഇതിനെ തള്ളിപ്പറയുകയാണ്. ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്നാണ് അവരുടെ ഡിഫൻസ് നമ്മൾ കാണുന്നുണ്ട്. മറിച്ചാണെന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും ഒരു സോളിഡായ വിവരം പുറത്തില്ല എന്ന ആത്മവിശ്വാസം CPMനുണ്ട്. സജീവൻ, ഇല്ല, സ്വാഭാവികമായിട്ടും ഒരു കേസ് പോലീസ് ഒരു കേസ് എടുക്കണമെങ്കിലും കോടതിയിലൊരു കേസ് കൈകാര്യം ചെയ്യണമെങ്കിലും ഒക്കെ ഒരു പരാതി ആവശ്യമാണ്. ഈ സംഭവത്തിൽ സ്വാഭാവികമായ രീതിയിൽ നമുക്കറിയാം പരാതിയില്ല, പരസ്യമായിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല. ഈ കാശ് കൊടുത്തു എന്ന് പറയുന്ന രീതിയിൽ ആരും പ്രതികരിച്ചിട്ടില്ല. കാശ് കൊടുത്ത ആളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലുമോ പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. അതല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ എങ്ങനെ കോടതിയിലോ ഒക്കെ എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് ആരും പോയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ സംഭവം സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഇത് നിസ്സാരവൽക്കരിച്ചു CPM എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിക്ക് ഈ ആരോപണ വിധേയനായിട്ടുള്ള ആൾക്കല്ല. അതിൻ്റെ പരിക്ക്, ആ പരിക്ക് പാർട്ടിക്കാണ് ഉണ്ടാവുക. പാർട്ടിക്ക് ചെറിയ സ്ഥലത്ത് പോലും വളരെ വ്യാപകമായ രൂപത്തിൽ ആ പരിക്കുണ്ടാകും. ഇപ്പം നമ്മൾ നോക്കേണ്ടത് പാർട്ടി തന്നെ ഞങ്ങൾ നേരത്തെ നടപടിയെടുത്ത് പുറത്താക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ ആകാശ് ചില്ലങ്കേരി ഒരു ജീപ്പിൽ പോയ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ അത് കാണുമ്പോൾ സാധാരണ ഇന്ന് കേസെടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കേസ് എടുക്കാത്തതിന് കാരണം CPMൻ്റെ ഇടപെടലാണെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. പല ആളുകളും പറയുന്നത് CPMനെതിരെയാണ്. കണ്ട CPMൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന രീതി. അപ്പോൾ പരിക്ക് CPM എന്ന് മാത്രമല്ല, കോൺഗ്രസിനാണെങ്കിലും മറ്റേത് പാർട്ടിക്കാണെങ്കിലും ഈ പരിക്ക് പാർട്ടിക്കാണ്, വ്യക്തിക്കെല്ലാം ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ നേരത്തെ റിജിലൂടെ പറഞ്ഞ പോലെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നേരെ പോലീസിൽ പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് കൊടുക്കില്ല, ഒരു പാർട്ടിയും കൊടുക്കില്ല, റിജിലിൻ്റെ പാർട്ടിയും കൊടുക്കില്ല. ഇത് പാർട്ടിക്ക് പരിക്കുണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുക. പക്ഷെ അതേ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന, കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് ഇത് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ ഇതുണ്ട്. അതായത് PSC അംഗമായി നിയമിക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല, മറ്റെന്തെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ PSC, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞത് ഇത് PSC അംഗവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിയമനമാണ്. ആ നിയമനവുമായി അപ്പോൾ അത് ആ ചോദ്യം വന്നില്ല. ഇപ്പോഴും ഇന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ കാര്യം PSC അംഗമാണ് എന്നുള്ളതാണ്. PSC അംഗമാണെന്നുള്ളത് കാരണം അതിൻ്റെ സാധ്യത പോലും വിദൂരമാണ്, അങ്ങനെ സാധ്യതയില്ല. PSC നിയമനവുമായി ബന്ധപ്പെട്ടതിന് ആ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം മറ്റ് പല തട്ടിപ്പുകളും ഈ നാട്ടിലുണ്ടാകുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിയമപരമായിട്ട് സജീവൻ ഒരർത്ഥത്തിൽ CPM പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. PSC അംഗത്വ നിയമനം എന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ പേരിൽ ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല എന്ന് CPM പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഇത് സത്യത്തിൽ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്, അല്ലേ? അങ്ങനല്ലേ? അതെ, റാങ്ക് ലിസ്റ്റിൽ തിരിമറി ഉണ്ടാക്കാമെന്നുള്ള ഒരു ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് നാലാം റാങ്കിലുള്ള രീതിയിലുള്ളതാണ്. അപ്പൊ
അതുണ്ടായപ്പോൾ ആ സംഭവം പുറത്തു വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഇത് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലൊക്കെ മനസ്സിലാക്കുന്നത് ഇത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ശക്തമായ നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം അത് റിയാസ് തന്നെയാണിത് ആവശ്യപ്പെട്ടിട്ട് മുന്നോട്ടേക്ക് വന്നത്, നടപടി വേണം, ഇങ്ങനെ പറ്റില്ല എന്ന്. അപ്പോൾ അതൊരു സത്യത്തിലൊരു പോസിറ്റീവായിട്ടുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും ഗോവിന്ദ മാസ്റ്റർ വാക്കിലാണെങ്കിൽ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പോലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഇപ്പോൾ റിജിലൂടെ പറഞ്ഞ പോലെ ഇത് പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് പാർട്ടി രംഗത്ത് വന്നാൽ അത് സ്വയം വിനാശം ഒന്നാണ്, പാർട്ടിക്ക് പരിക്കുണ്ടാക്കും. പാർട്ടിക്ക് പരിക്കുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത് കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി, പാർട്ടിക്ക് പരിക്കുണ്ടാവുന്നുണ്ടോ? എൻഡ് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ അവസാനം പരിശോധിക്കുമ്പോൾ പ്രാദേശിക നേതാവ് സർവാർത്ഥത്തിലും പരിശുദ്ധനാണ്. അയാളെ പൂർണ്ണാർത്ഥത്തിൽ പാർട്ടി സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും എല്ലാ പദവിയും തുടർന്നും അയാൾക്ക് നൽകുകയും ചെയ്യും എന്നാണോ താങ്കൾ തുടക്കത്തിൽ പറയുക? നിഷാദ്, ഞാൻ തുടക്കത്തിൽ ഇതൊന്നുമല്ല പറയുന്നത്. ഇന്ന് ഞങ്ങൾ സത്യത്തിൽ വലിയൊരു പ്രയാസത്തിലാണ്. നിഷാദിനും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നു SFI ആക്രമണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഇല്ലാത്ത ഇടിമുറികൾ ഉണ്ട് എന്ന് പറഞ്ഞുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്നലെ പുലർച്ചെ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയി സംഭവിച്ച സംഭവങ്ങൾ തിരുവനന്തപുരത്തെ നഗരൂരിൽ, കിളിമാനൂരിനടുത്ത നഗരൂരിൽ ഞങ്ങളുടെ DYFയുടെ മുൻ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 8 സഖാക്കളെ, അഫ്സലും തേജസും ഉൾപ്പെടെയുള്ള 8 സഖാക്കളെ ക്രൂരമായി വേട്ടയാടിയിരിക്കുന്നു. ആരാ വേട്ടയാടിയത്? കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും അതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അതുപോലെ തന്നെ സുഹൈലും സഹീലും ഉൾപ്പെടെയുള്ളവരാ. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ചർച്ചക്കെടുക്കാൻ ഇതുകൂടി ഏതെങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും ചർച്ചയ്ക്ക് എടുക്കേണ്ടിയിരുന്നു. ആ സഖാവ് ഇപ്പോഴും ഉള്ളത് വെന്റിലേറ്ററിലാണ്. ക്രൂരമായി ആൾക്കൂട്ട ആക്രമണം നടത്തി, വലിയ രീതിയിൽ ആക്രമണം നടത്തി ഞങ്ങളുടെ സഖാവ് ഉള്ളത് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഒരു ചർച്ചയില്ല, അക്രമത്തെക്കുറിച്ച് ചർച്ചയില്ല. ഇതുപോലെ തന്നെ പറയാനുണ്ട്, നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിരുവമ്പാടിയിലെ ഒരു KCB ഓഫീസുമായി ബന്ധപ്പെട്ട സംഭവം, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ആ യൂത്ത് കോൺഗ്രസ് നേതാവ് അക്രമം നടത്തി ഒരു ദിവസം പൂർണ്ണമായി കഴിഞ്ഞിട്ടും അതിന് കാര്യമാത്ര പ്രസക്തമായ ഒരു വാർത്തയും ഇല്ല. ഇങ്ങനെ കേരളത്തിലെ ഗുണ്ടാപ്പടകളുടെ നേതൃത്വമായി മാറുന്ന കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാരവാഹികളെക്കുറിച്ച്, അവരുടെ അക്രമത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നു, ചർച്ച ചെയ്യുന്നേയില്ല. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതി എന്തെന്ന് വെച്ചാൽ CPMനെ അങ്ങ് നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുക. CPMനെതിരെ എന്തെങ്കിലും ഒരു ആരോപണമുണ്ടോ, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എവിടെ നിന്നും കേട്ടതാണെങ്കിലും ഊഹാപോഹങ്ങളാണെങ്കിലും അത് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങ് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്ത് റിജിൽ മാക്കുറ്റി പറഞ്ഞു, പിന്നെ മനുവിനെ കുറിച്ചും മറ്റുമൊക്കെ. ഈ നിങ്ങളുടെ KPCC പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന ആള് പുറത്തിറങ്ങി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ആ പുറത്തിറങ്ങി പറഞ്ഞ ആളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ? ഒരു ഇന്റർവ്യൂ എടുത്തിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അവിടുത്തെ DCCയുടെ ജനറൽ സെക്രട്ടറി, യൂത്തിന്റെ ഭാരവാഹിയൊന്നല്ല, DCC ഭാരവാഹി, വലിയ സാമ്പത്തിക ആരോപണം ഉൾപ്പെടെ പറഞ്ഞല്ലോ, പരസ്യമായി പറഞ്ഞു. ഏത് ചാനലിലാ ആ DCC സെക്രട്ടറിയെ ഇന്റർവ്യൂ നടത്തിയത്? ആ DCC സെക്രട്ടറിയുടെ പേര് എനിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അത് അത്രയും ഫെമിലർ ആകുന്ന തരത്തിലേക്ക് ഒരു പൊതുബോധ സൃഷ്ടിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നില്ല, അത് ചർച്ചക്കെടുക്കുന്നില്ല. ഇതാ കേരളത്തിലെ ഒരു വല്ലാത്ത ഒരു സാഹചര്യം, അന്തരീക്ഷം. എന്തിനും ഏതിനും CPMനെതിരെ ആണെങ്കിൽ മാത്രം ചർച്ച, അത് ആണെങ്കിൽ മാത്രം വിചാരണ, അതിന് വലിയ ഒരു സംഘടനയും സംവിധാനവും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സജീവൻ സാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാ SFI ആക്രമണം എന്നുള്ള വിഷയത്തിൽ വന്നിരുന്നിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര ദിവസം എടുത്തു? പക്ഷേ ഈ ക്രൂരമായ ആക്രമണം ഇന്ന് നടന്നത് തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ DYFI സഖാക്കളെ ക്രൂരമായ ആക്രമണം നടത്തി അവരിപ്പോൾ ആശുപത്രിയില്ല. ആ ആക്രമണത്തിലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് കൂടി അറിയോ? ഈ കോൺഗ്രസിന്റെ ഗുണ്ടാപ്പടയിൽ ഇവർ കൂട്ടിക്കൊണ്ടുവന്നത് അതായത് പ്രായം തികയാത്ത 18 വയസ്സ് തികയാത്ത കുട്ടി സംഘങ്ങളെയാണ്. ഇങ്ങനെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ഈ പ്രായപൂർത്തിയാകാത്ത ആളുകളെ പോലും കൊണ്ടുവന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഒക്കെ മാറുക. ഇന്ന് തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഇതിന്റെ പിന്നിൽ ഈ കോൺഗ്രസിന്റെ നേതൃത്വമുണ്ട്. അതോടൊപ്പം തന്നെ ആരുണ്ട്?
അതോടൊപ്പം സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകനുണ്ട് ഈ ഗുണ്ടാപ്പടയെ തിരുവനന്തപുരത്ത് വളർത്തുന്നതിൽ എന്ന്. ഇവർ ഈ വ്യാജ ID കാർഡുകളിലൂടെയൊക്കെ ഭാരവാഹിത്വത്തിൽ എത്തിയ ആളുകൾ നാടുമായി ബന്ധമില്ലാതെ ഗുണ്ടാപ്പടകളായി മാത്രം നിൽക്കുന്നവർ നമ്മുടെ നാട്ടിൽ വലിയൊരു ഗുണ്ടാ സംവിധാനത്തെ പോറ്റി വളർത്തുന്നവരായി മാറുന്നു. എന്തേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് സമയം മാറ്റി വെക്കുന്നില്ല? ഇന്നലെയും മെനിയാന്നൊക്കെയായി നമ്മൾ കുറെ ചർച്ച ചെയ്തല്ലോ മറ്റു വിഷയങ്ങളൊക്കെ. അപ്പോൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കോൺഗ്രസിന്റെ വിഷയങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അല്ലെങ്കിൽ BJPയുടെ വിഷയങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഒരു ചർച്ചയാവണ്ടേ? ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആരാ ശ്രീജിത്ത് പണിക്കർ? കേരളത്തിലെ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് BJPക്ക് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ആളാ ശ്രീജിത്ത് പണിക്കർ. ഹലോ നിഷാദ്, ശ്രീജിത്ത് പണിക്കർ എന്നെ കേൾക്കുന്ന ഇവിടെ ചർച്ചയിലിരിക്കുന്ന റിജിൽ മാക്കുറ്റിക്ക് പോലും ശ്രീജിത്ത് പണിക്കരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അറിവുണ്ടാകില്ല. എന്നാൽ CPMൽ നിന്ന് പുറത്തുപോയ പാർട്ടി അംഗത്വമല്ലാതെയായ മനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് വലിയ ധാരണയുണ്ടാകും. ഇത് റിജിൽ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നറിയോ? അത് ഞാനൊന്ന് വായിക്കാം, അതിന്റെ ചെറിയൊരു ഭാഗം. അത് കഴിഞ്ഞ ജൂൺ 10 പോസ്റ്റാണ്. ഇപ്പോഴും അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുണ്ട്. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി കാണും. നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ള നിയമനം നോക്കണം നിങ്ങൾ. മകന്റെ കള്ള നിയമനം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. ഇത് സുരേന്ദ്രൻ കള്ളപ്പണിക്കർ എന്ന് വിളിച്ച ഒരു പണിക്കരുണ്ട്. ആ പണിക്കർ ശ്രീജിത്ത് പണിക്കർ ആണ് എന്ന നിലക്കാണ് ഇപ്പോൾ ഈ പോസ്റ്റ് കണ്ടാൽ ആർക്കും മനസ്സിലാവും. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഈ വിഷയം എടുത്ത് ചർച്ച വെച്ചില്ലല്ലോ. എല്ലാ ദിവസവും ചാനൽ മുറികളിൽ വന്നിരുന്ന് BJPക്ക് വേണ്ടി നിരീക്ഷകനായും അല്ലാതെയും ഒക്കെ ചർച്ച നടത്തുന്ന ഒരാളാണ് ഈ ശ്രീജിത്ത് പണിക്കർ. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ ശ്രദ്ധയുള്ള ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉന്നയിച്ചല്ലോ. ഞങ്ങൾ ആ വിഷയത്തിൽ സമരെടുത്തതാ. ഇത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞപ്പോഴല്ല കേട്ടോ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയതാ. കോൺഗ്രസ് അവിടെ ഒന്നും വന്നിട്ടില്ല. അവിടെ ഒരു ആരോപണമുണ്ട്. മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ 1-2 മാധ്യമങ്ങൾ ചെറിയ വാർത്ത കൊടുത്തിരുന്നു. അവിടെ തന്റെ മകൻ അനുസരിച്ച് ഇന്നിപ്പോ നിങ്ങൾ ആഗ്രഹിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന താങ്കളുടെ വിയോജിപ്പ് അറിയിക്കാനുള്ള സമയം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നഗരൂരിലെ ആക്രമണം ചർച്ച ചെയ്തില്ല എന്നുള്ള താങ്കളുടെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. BJPക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ചർച്ച ചെയ്യാത്തൊരു പ്ലാറ്റ്ഫോമാണ് എന്ന താങ്കളുടെ വിമർശനം ഞാൻ സമ്പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. എന്ന് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എടുക്കുന്നില്ല, കോൺഗ്രസിനെതിരായിട്ട് ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന വാദവും ഞാൻ നിരാകരിക്കുകയാണ്. അതേസമയം നഗരൂരിലെ പ്രശ്നത്തിൽ താങ്കൾ ഉന്നയിച്ച വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. എന്നതിൻ്റെ പേരിൽ താങ്കൾ ഉന്നയിക്കുന്ന സകല ചവറും ചർച്ച ചെയ്യേണ്ടതാണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഓക്കെ, എനിക്ക് അത്രയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഫൈനലി എന്റെ ചോദ്യം ഇതാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇല്ല, എന്റെ ചോദ്യം ഇതാണ്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിക്കുക, ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൊരു ചവറായി നിങ്ങൾക്ക് തോന്നി? BJPക്ക് അകത്തെ ആരും ഉന്നയിക്കുന്ന പ്രശ്നമൊന്നും അല്ലല്ലോ. BJPയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിക്കുന്ന പ്രശ്നമൊന്നും അല്ലല്ലോ. ആർക്കും പറയാവുന്ന ഒന്നാണ്. പിന്നെ ഒന്ന്, ഈ പറയുന്ന കോഴ വിവാദമായാലും കൊള്ളാം, നിയമന വിവാദമായാലും കൊള്ളാം, ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായി ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. BJPക്കെതിരെ, സംസ്ഥാന BJPക്കെതിരെയും ദേശീയ BJPക്കെതിരെയും അവരുടെ നയങ്ങൾക്കെതിരെയും എമ്പാട് ചർച്ച നടത്തിയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസാനത്തെ ഒരു ചവർ കൊണ്ടുവന്നിട്ട് താങ്കൾ ഇതൊന്നും നടക്കുന്നില്ല എന്ന വാദം ഉന്നയിക്കല്ലേ. അതിനകത്ത് പ്രശ്നമുണ്ടാവും, അതിനകത്തൊരു വസ്തുതാ പ്രശ്നമുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇത് നോക്കൂ, ഇതിൽ ഒരു സംഗതി, ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ദമ്പതിമാരുടെ, പരാതിക്കാരുടെ മൊഴിയെടുത്തത് എന്ന് VD സതീശൻ നിയമസഭയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരാതിയുമില്ല, സകലതും കൽപ്പിത കഥയാണെങ്കിൽ തട്ടിപ്പുകളെക്കുറിച്ച്, വേറെ തരം തട്ടിപ്പുകളുണ്ട്, അവയെക്കുറിച്ച് അന്വേഷിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു, അപ്പുറത്ത് മൊഴിയെടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, പ്രമോദ് കോട്ടുളി ഒരു പരിക്കും അയാൾ കേൾക്കാൻ സമ്മതിക്കില്ല. അയാൾക്ക് ഇപ്പം എന്തൊക്കെ പദവിയുണ്ടോ അതോ അതേ പദവികൾ നിലനിർത്തി സംരക്ഷിക്കും എന്ന് പാർട്ടി പറയുന്നുണ്ടോ? അതൊക്കെ ഇപ്പം ഞാൻ പറയാൻ ആളല്ലല്ലോ. ഒരു ചോദ്യത്തിലൊക്കെ ഒരു അല്പം ലോജിക്ക് വേണ്ടേ നിഷാദേ? നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന വിഷയം തന്നെ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നലെയും ചർച്ച ചെയ്തു. ഞങ്ങളുടെ പ്രതിനിധി ഇന്നലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് ചർച്ച ചെയ്തു. ഞാനാണെങ്കിൽ 24-ലും ചർച്ച ചെയ്തു. നമ്മളെല്ലായിടത്തും ചർച്ച ചെയ്തു. ഞാൻ കോഴിക്കോട്ടെ പാർട്ടിയുടെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞാൻ വളരെ
ആധികാരികമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഒരു PSC ബോർഡ് അംഗമാകാൻ വേണ്ടി ഞാൻ ഇന്ന ആൾക്ക് പണം കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടി, ഇന്ന ആൾക്ക് പണം കൊടുത്തു എന്നുള്ള ഒരു പരാതിയും വന്നിട്ടില്ല. അങ്ങനെ ഒരു പരാതിക്ക് മുമ്പിൽ കഴിഞ്ഞ 2 ദിവസമായി സജീവൻ പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഞാൻ ചേർത്തോട്ടെ. PSC അംഗത്വത്തിന് വേണ്ടിയല്ല, PSC നടത്തുന്ന നിയമനത്തിൽ റാങ്കിൽ താഴെയുള്ള ആളെ മുകളിൽ കയറ്റി നിയമിച്ചു കൊടുക്കാം എന്ന പേരിൽ 22 ലക്ഷം വാങ്ങി എന്ന പരാതിയുണ്ടോ? അതുമില്ല. PSCയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും, അങ്ങനെ PSCയുമായി ബന്ധപ്പെട്ട് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും അതിനകത്ത് നടന്നില്ല. PSCയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഇല്ല. പിന്നെ ഞങ്ങളുടെ സംഘടനാപരമായി ഞങ്ങൾ പല പരാതികളും പലതും ചിലപ്പോ അത് ഓരോ വ്യക്തികളെ ഇപ്പോൾ ഏത് വിഷയത്തിലാണ് എന്ന് പറയും. ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല. ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി നിങ്ങൾ വളരെ തന്ത്രപരമായ ലൈൻ എടുക്കുകയാണ്. അതായത് നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ഉണ്ടായിട്ടില്ല, വേറെ എന്തോ ഒരു സംഗതി ഉണ്ട്. നിങ്ങളൊരു വാചകത്തിന്റെ വാചകത്തിന്റെ യുക്തിയിൽ പിടിക്കുകയാണ്. അല്ല വ്യാജകത്തിന്റെ യുക്തിയൊന്നല്ല, ഞാൻ അതിന്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ നടന്ന ഒരു വിഷയമാണ്. ഇവിടെ കോൺഗ്രസിന് ഇപ്പോൾ എന്തൊക്കെ ഇവരൊക്കെ പറഞ്ഞാലും അങ്ങനെ മോശപ്പെട്ട പാർട്ടിയൊന്നുമല്ലല്ലോ കോൺഗ്രസ്. എത്ര സംവിധാനമുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഇത്രയും വലിയ സംഭവമാണെങ്കിൽ ഒരു തെളിവ്, ഒരു സംഭവം, ഒരു പരാതി എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങനെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു കൃത്യമായ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത്? ഇപ്പോൾ ഇന്ന് തന്നെ ചാനലുകളിലൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ ഫോട്ടോ, ഈ പറയുന്ന പ്രമോദ് കോട്ടൂളിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കോഴ വിവാദം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിച്ച് വിടുക. ഒരു ഭാഗത്ത് മുഹമ്മദ് റിയാസിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാം. എന്തൊക്കെയാണെന്നറിയോ? എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്? ബോധപൂർവമല്ലേ? ഇന്നിപ്പം മീഡിയ വൺ ഒക്കെ ഇന്നലെയും ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത്. മറ്റ് പല ചാനലുകൾ അങ്ങനെ അല്ലെന്നേ, പലരും ചർച്ച ചെയ്ത് അങ്ങ് കൊണ്ടുപോവുക. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി ഇതെന്തോ മുഹമ്മദ് റിയാസ് അറിഞ്ഞ് വാങ്ങിയതാണ് എന്നുള്ള രീതിയിൽ ഇന്നലെയൊക്കെ BJP പ്രതിനിധി, BJPയുടെ ഭാരവാഹികൾ ഒക്കെ ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോവുക. ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരാളുടെ കയ്യിലും ഒരു തെളിവുമില്ലാത്ത, ഒരു പരാതിയുമില്ലാത്ത, ഒരു രേഖയുമില്ലാത്ത ഒരു കാര്യത്തിന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഇത്രയും കാലം ഈ നഗരത്തിനകത്ത് വളരെ ചെറിയ പ്രായത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇവിടെ കോഴിക്കോട്ടുകാർക്ക് അറിയാം, SFI ആയി, DYFI ആയി, UDFിന്റെ തന്നെ 4 ഭരണസമയത്തും അവരുടെ ഭരണകാലഘട്ടങ്ങളിലും സമരം ചെയ്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന, അത്രയധികം പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു യുവജന നേതാവ്, DYFIയുടെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്ന ഒരു സഖാവ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവരായിരിക്കും ഇവിടെ ഭൂരിഭാഗവും ഉണ്ടാകും. കാരണം അത്രയും സൗഹാർദ്ദത്തോടു കൂടി ആളുകളോട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലും പുകമറയിൽ നിർത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുക. അതിന് വേറെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ഏതോ മുസ്ലിം പള്ളിക്ക് പണം കൊടുത്തു എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ഒരു ന്യൂസ് പോലെ ഈ മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടക്കുന്നുണ്ട് വലതുപക്ഷത്ത് നിന്ന്. മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ റദ്ദ് ചെയ്യാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. എനിക്കതിനോട് തർക്കമില്ല, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്റെ റിയാസ് ഇപ്പൊ ഇതിനകത്ത് പൈസ വാങ്ങിച്ചു, നമ്മൾ എവിടെ ആരോപണം ഉന്നയിക്കുന്നത്? റിയാസിന്റെ പടമോ അതേക്കുറിച്ചുള്ള എഴുത്തോ ഒന്നും ഈ ചർച്ചയിലും ഇല്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. എനിക്ക് മനസ്സിലായി. അല്ല, എന്നാൽ എന്ന് വെച്ചാൽ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നതിന്, വസീഫിന് പ്രമോദ് കോട്ടൂളി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണ്, പരിശുദ്ധനാണ് എന്ന് സമ്മതിക്കാൻ, അയാൾ ഇനിയും പാർട്ടിയിൽ സർവ്വ പ്രിവിലേജോട് കൂടി ഉണ്ടാകുമെന്ന് പറയാൻ വസീഫിന് ധൈര്യം പോരാ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ സംതിങ് സ്മെൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്ന പോയിന്റ്. 2, മുഖ്യമന്ത്രി പറയാണ് PSC അംഗത്വത്തിന്റെ പേരിൽ ഒരു അഴിമതിയില്ല, പക്ഷെ വേറെ കാര്യങ്ങൾ അന്വേഷണം നടക്കും. അതാണ് ഈ വേറെ കാര്യം. എന്തിനാണ് അങ്ങനെയെങ്കിലും ദമ്പതിമാരുടെ മൊഴിയെടുത്തതെന്ന് VD സതീശൻ ചോദിക്കുകയാണ്. അതിന് ആൻസർ ഇല്ല. സംതിങ് ഫിഷി, ചില സാധനം അവിടെ കിടക്കുന്നു. അങ്ങനെയല്ല നിഷാദെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള 100 കണക്കിന് അന്വേഷണങ്ങൾ ഒക്കെ നടക്കുകയും ഞങ്ങളൊരു സ്വയം തിരുത്തലുകൾ നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അല്ലാതെ കോൺഗ്രസിനെ പോലെ ഞങ്ങൾ കൂടോത്രം നടത്തി എന്തെങ്കിലും വേറെന്തെങ്കിലും നടത്തി ആളുകളെയോ അല്ലെങ്കിൽ ആളുകളുടെ സ്വഭാവശുദ്ധിയോ ഒക്കെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എതിര പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൂടോത്രത്തിലൂടെയോ മറ്റു മാർഗങ്ങളോ കണ്ടെത്തുകയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ
പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലക്ക് താഴെയുള്ള സഖാക്കളിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഉന്നയിക്കുകയാണെങ്കിൽ, സൂചിപ്പിക്കുകയാണെങ്കിൽ, അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതാണെങ്കിൽ, മാറി നിൽക്കേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും, ഉള്ളിൽ നിർത്തേണ്ടതാണ് ഉള്ളിൽ നിർത്തും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യും. ഇനി അല്ല, പോലീസിലേക്ക് കൊടുക്കേണ്ടതാണ് പോലീസ് കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ മീഡിയ പ്രവർത്തനത്തിന്റെ ഇടയിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, മനുഷ്യരല്ലേ, ഉണ്ടാകുന്ന തർക്കങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളൊരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടാകും. അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അടുത്തെത്തുമ്പോൾ അത് നേരെ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ എല്ലാം അങ്ങനെ അതൊക്കെ അവിടെ പറഞ്ഞു തീർക്കേണ്ടത് ചിലപ്പോൾ അവിടെ പറഞ്ഞു തീർക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിലേത് വിഷയമാണ് നിങ്ങളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന വിഷയം, ഇതാ ഈ പരാതി, ഇതിലെന്താണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർത്തു പറയാം. നീ ഇതിപ്പോ ഒരു ഇങ്ങനെ പറഞ്ഞു തീർത്തു എങ്ങനെയാ? അയ്യോ, അങ്ങനെ ഒന്നുമില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും? നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നത് അങ്ങനെ ഒന്നും. ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ ഓഫീസുകളിലൊക്കെ വന്ന് നിങ്ങളൊക്കെ വരുന്നതാണല്ലോ നിഷാദൊക്കെ വന്നിരുന്ന ഞങ്ങൾ പല വിഷയങ്ങളും പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം അല്ല, ഒറ്റ കാര്യം നിഷാദേ, നിഷാദേ, പിന്നെ യഥാർത്ഥത്തില് ഇതൊക്കെ ഒത്തുതീർക്കാൻ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയുടെ കോഴിക്കോട് നേതാവല്ല, അദ്ദേഹത്തിന് അറിയാം എന്തായാലും പരാതിക്കാരായ ആളുകൾ അവർ പുറത്തു പറയില്ലെന്ന് കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാവാം അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം. യഥാർത്ഥത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെങ്കിൽ പോലും ഈ പറയുന്ന കോട്ടോളി, പ്രമോദ് കോട്ടോളി എന്ന് പറയുന്ന ഈ കക്ഷിയുണ്ടല്ലോ, CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം ജില്ലാ സെക്രട്ടറി, അയാൾ നാളെ ഏത് പോസ്റ്റിലേക്ക് ഇരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ കാര്യം നമ്മൾ പുറത്ത് കാണും. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതൊരു കാര്യം, ഞങ്ങൾ തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് വളരെ മാന്യമായി തെറ്റിതിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന ഇനോവ വെച്ച് 51 വെട്ടുവെട്ടി കൊല്ലുന്നതാണ് നിങ്ങളെ തെറ്റിതിരുത്തൽ. ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. CPM-ൻ്റെ തെറ്റിദ്ധരുത്തൽ എന്താണെന്നുള്ള കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുക. ഒന്ന്, പിന്നെ ഇത്രയൊരു വിഷയം വന്ന് താങ്കൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇല്ല എന്നല്ലാതെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മാർച്ചോ അല്ലെങ്കിൽ സംഘർഷം നടത്തി കേസായി കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരണ നടക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് ചോദിക്കും ശരിയാണോ, അല്ല എന്നല്ലേ നമ്മൾ പറയുമോ, ശരിയാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വാഭാവികം പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എത്ര ചോദിച്ചാലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളിത് കാണുന്നുണ്ട്. ആ കാണുന്ന കാഴ്ചയാണ് ഇന്ന് എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇത് PSCയുടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഒലീവിയ എന്ന് പറയുന്നത് പിന്നെ CPM-ൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ മരുമകളാണ്. അവർ അവിടെ ഡോക്ടറാണ്, ദന്തൽ ഡോക്ടറാണ്. അവരിപ്പോൾ നിലവിൽ DIS എന്ന് പറയുന്നതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. NHM-ൽ അവർ മെറ്റേണിറ്റി ലീവ് എടുത്ത് നിൽക്കുന്നവരാണ്. അവിടെ എന്ത് ഇൻ്റർവ്യൂ വന്നാലും ഈ വർഗീസിൻ്റെ മരുമകളാണ് അവിടെ 1ാം റാങ്ക്. അവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുടുംബാധിപത്യവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളും ഇതോടെ PSC ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സംഭവങ്ങളായി കടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുതയുടെ ചെറിയൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ തന്നെ PSC മെമ്പർ ആയാലും അല്ലെങ്കിൽ PSC നിയമനമായാലും ബന്ധപ്പെട്ട് ഇതൊക്കെ വായിക്കുന്നതായ പാർട്ടിയല്ലേ. ഇപ്പോൾ വീണ ജോർജിൻ്റെ വിഷയം വന്നു, ആരാ അതിൻ്റെ അകത്ത്? ഞങ്ങളാണോ ആരോപണം കൊണ്ടുവന്നത്? CIT-യുടെ ഓഫീസ് സെക്രട്ടറി ആയി നിൽക്കുന്ന ഒരാളല്ലേ ഈ പണവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ ASF-കാരനായ ഒരാൾ മലപ്പുറത്ത് നിന്ന് പിടിക്കപ്പെടുകയും ചെയ്ത് ഇവരെ പാർട്ടിക്കകത്തെ വിഷയമല്ലേ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത് പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇപ്പം ഞങ്ങളാണ് ഈ ഭരണത്തിലെങ്കിൽ ഇല്ലാത്ത എത്രയോ കഥയുടെ പേരിൽ ഇവരെന്തൊക്കെ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനൊക്കെ ഏതെങ്കിലും ആരോപണത്തിന് അത് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൃത്യമായ ആരോപണത്തിന് മുമ്പിൽ ഇവർക്ക് മുന്നോട്ട് പറയാനുള്ള ഏതെങ്കിലും ഒരു തെളിവ് ആ ഘട്ടത്തിൽ നടത്തിയ സമരമൊക്കെ ഉണ്ടല്ലോ, CBI വരെ അന്വേഷിപ്പിച്ചിട്ട് എന്തായി നമുക്കറിയാലോ. അങ്ങനെയല്ല, ഇത് പാർട്ടിക്കകത്തുനിന്ന് വരുന്ന ഇത്തരം വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ പിന്നെ പറയാൻ പാടില്ല എന്ന് പറയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ മറ്റേ ഒരാളെ പേര് ഇവിടെ പറഞ്ഞു, ഒരു നിരീക്ഷകനെ കുറിച്ച് ഞാൻ അദ്ദേഹം പറയുന്നത്, അയാളുമായിട്ട് ഞാൻ ഏത് തരത്തിലുള്ള നിലപാടാണെന്ന് അയാൾ എനിക്കെതിരായി ഏതെല്ലാം സൈബർ അറ്റാക്ക് നടത്തിയെന്ന് മീഡിയ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോം പറയേണ്ടതായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അയാളായാലും അതോടൊപ്പം ഈ സംഘപരിവാർ ശക്തികളോട് അത് സുരേന്ദ്രൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ എല്ലാ മേഖലയും എടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് BJP-യോടൊന്നും ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളല്ല, അതിനോ കോംപ്രമൈസ് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അവരെ രാഷ്ട്രീയം ഞങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. രാജ്യത്തെമ്പാടും അവർക്കെതിരെയുള്ള പോരാട്ടം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ മോദി ചെയ്യുന്ന എന്താണ്? മോദിയുടെ ഭരണത്തിന്റെ ഭാഗമായി പരീക്ഷാ ക്രമക്കേട് നടക്കുകയാണ്. അത്തരം ക്രമക്കേടുകൾ മന്ത്രി മുഹമ്മദ് റിയാസിന് നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു അഴിമതി ആരോപണം
അഴിമതിയാണ് എന്നൊക്കെ നിങ്ങൾ കടത്തി പറയുന്നുണ്ടോ? അങ്ങനെ പറയാൻ മാത്രമുള്ള വിവരങ്ങളുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്യാതെ ജോലിക്ക് 1,72,00,000 രൂപ വാങ്ങി എന്ന് പറയുന്നതും അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പാർട്ടിയുടെ കമ്മിറ്റി യോഗങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? യഥാർത്ഥ CPM അണികൾക്ക് പോലും അതിൻ്റെ നേതാക്കന്മാർക്ക് പോലും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദത്തിനകത്ത് അവർ തെറ്റ് ചെയ്തതെന്ന് ബോധ്യമുള്ള നാട്ടിലാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലുള്ള അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനപ്പുറത്തേക്ക് ഒരു കിച്ചൺ ക്യാബിനറ്റ് അവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ പല തെളിവുകളും ഇപ്പോൾ ക്യാമറ വന്നപ്പോൾ വിവാദം എവിടത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് പോയത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ആൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പം ഈ പറയുന്ന കിത്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എല്ലാം വരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ്. ആ കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അഴിമതി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് വരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനുണ്ട്. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള അഴിമതി നടക്കുന്നു എന്ന് പറയുന്നു. ശ്രീ നിഷാദ്, ഈ നാട്ടിൽ നടക്കുന്ന ബാങ്ക് അഴിമതി കരുവന്നൂർ ഉൾപ്പെടെ ഇപ്പോൾ ഇദ്ദേഹം ശ്രീ വസീഫ് ഇരിക്കുന്ന ബാങ്ക്, കൊടിയത്തൂർ സഹകരണ ബാങ്ക്, അതിനകത്ത് നടക്കുന്ന അഴിമതി നിങ്ങളുടെ ഭരണമുള്ളത് കൊണ്ട് അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് വരാത്തത്. നിങ്ങളുടെ ഈ ജില്ലയിലെ നേതാവല്ലേ ജോർദൻ തോമസ്, അയാൾ എന്തിനാണ് പാർട്ടിക്ക് പുറത്തു പോയത്? നിങ്ങൾ ജോർദൻ തോമസിനെ അംഗീകരിക്കുന്നുണ്ടോ? അയാൾ കോറി മാഫിയിൽ നിന്ന് പണം വാങ്ങിയതിന്റെ പേരിൽ പാർട്ടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന MLA ആയിരുന്നില്ലേ? എന്താണ് ജോർദൻ തോമസിനെ വസീഫ് ന്യായീകരിക്കുന്നുണ്ടോ? ജോർദൻ തോമസ് എന്ന് പറയുന്ന ആള് മാന്യനായിരുന്നു എന്ന് പറയുന്നുണ്ടോ? ഇത്തരം അദ്ദേഹത്തിന്റെ വീടിലേക്ക് വേണ്ടിയുള്ള സമീപ ചരിത്രത്തിൽ CPM കുറെ വിവാദങ്ങളുണ്ട്. അതുകൊണ്ട് ഇതും സ്വാഭാവികമായി ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിപ്പോ ഇവിടെ പറയുന്ന കോട്ടോളിയാണെങ്കിലും കണ്ണൂരിലെ P. ജയരാജനാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ CPM നേതാക്കന്മാരൊക്കെ തന്നെ ആലപ്പുഴയിലെ മയക്കുമരുന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് ലഹരി വിവാദവുമായി ബന്ധപ്പെട്ട നേതാവിന്റെ പേരായാലും ഇതൊക്കെ അന്തരീക്ഷത്തിൽ വരുന്നതാരാ? ഇവരുടെ നേതാക്കന്മാരാണ്. റിജിൽ മാക്കുറ്റി പറഞ്ഞു. അല്ല സജീവൻ, CPM സംബന്ധിച്ച് അവരൊരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയമാണ്, വലിയ ആത്മവിമർശനം നടത്തുന്ന ഘട്ടമാണ്. എന്ന് വെച്ചാൽ ഒരു അൺപോപ്പുലറായ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ആ പാർട്ടി ഇതാ ഒരു കോമ്രേഡ് പൈസ വാങ്ങിച്ചിരിക്കുന്നു, അയാളെ ഞങ്ങൾ പിടിച്ചു ശിക്ഷിച്ചു എന്നൊക്കെയുള്ള നിലയ്ക്ക് ഈ വിവാദം വികസിപ്പിക്കുന്നതാണോ അതോ അകത്ത് തന്നെ അടയ്ക്കുന്നതാണോ സ്ട്രാറ്റജിക്കലി അവർക്ക് നല്ലത്? അപ്പോൾ ഇത് പുറത്തേക്ക് പോകണ്ട, പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങളിത് പിടിച്ചു, മാതൃകാപരമായി ശിക്ഷിച്ചു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള സൈൻ ആയിരിക്കില്ല കിട്ടാൻ പോകും. അത് ബാക്ക് ഫെയർ ചെയ്തേക്കാം, അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാം, വിരുദ്ധ ഫലം ഉണ്ടാക്കാം. അതുകൊണ്ട് അകത്ത് തന്നെ അടച്ച് അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധി എന്ന ആ പാർട്ടി ചിന്തിക്കുന്നതിൽ കുഴപ്പമുണ്ട്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയം ചോദിക്കുകയാണ്. അകത്തുനിന്ന് അടയ്ക്കുക എന്ന് പറയുമ്പോൾ അതിനെ വേറെ രീതിയിൽ കാണണം. അകത്തുനിന്ന് അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഒതുക്കി തീർക്കുക. നേരത്തെ തന്നെ ഇവിടെ റിജിൽ പറഞ്ഞ പോലെയൊക്കെ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിന് തുടക്കം മുതൽ തന്നെ ഈ പ്രശ്നം മറ്റാരും, ഇപ്പോൾ നമ്മളാരും ഇത് അറിയുന്നതിന് മുമ്പേ തന്നെ ഇത് പാർട്ടിക്കകത്താണ്, പാർട്ടിയുടെ കോട്ടൂളി ലോക്കലിലും അത് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ ചർച്ചയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുശേഷം അത് ആ സംഭവം നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ച് ശക്തമായ നടപടി വേണമെന്നുള്ള നിലപാട് ഇവിടെ റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കുക. റിയാസാണ് പ്രത്യേകമായിട്ട് അതിലെടുത്തിട്ടുള്ളത്. കാരണം അത് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അംഗീകരിക്കാൻ പാടില്ല നിലപാടെടുക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യമാണ്. ഒതുക്കിത്തീർ ഇപ്പോഴത്തെ പ്രശ്നം പോലും നമ്മൾ പുറത്ത് ഇത് ചർച്ച ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിക്ക് പാർട്ടിക്കാണ് ഉണ്ടാവുക. ആ പുറത്തുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിന് പകരം ഇതെല്ലാം കൂടി പരിഹരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നത്. മൊത്തം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതാ പോയി ഇത് ഇനി അങ്ങോട്ടേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ വെള്ളപൂശുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ആ പാർട്ടി തലത്തിലുള്ള നടപടികളിലൊക്കെ കൃത്യമായിട്ട് പോകും. ഇതിപ്പോൾ ഒരു പോലീസ് കേസാക്കി കഴിഞ്ഞാലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് പണം കൊടുത്തു എന്ന് പറയുന്ന ആൾ ഇത് പ്രതിയാവും. കാരണം കൈക്കൂലിയാണ്. കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരേപോലെ കുറ്റവാളിയായിട്ട് വരുന്ന സംഭവമാണ് ആ പ്രശ്നം. പിന്നെ പാർട്ടിക്ക് ആ രീതിയിൽ തന്നെ കൈക്കൂലി വാങ്ങുന്ന ഒന്ന് എന്ന് സ്വയം തന്നെ ഇത് പറഞ്ഞു തീരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ചില വ്യക്തികളുടെ ഭാഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യുക. അതാണ് നേരത്തെ ഇവിടെ വസീഫ് പറഞ്ഞല്ലോ, ഈ വിമർശനത്തിനോടൊപ്പം തന്നെ സ്വയം വിമർശനവും എന്നൊരു സ്വയം വിമർശനമാണ് ഇപ്പോൾ കുറവുള്ളത്. പക്ഷേ ഇത്തരത്തിലെ കാര്യങ്ങൾ ഉണ്ടാവുകയും തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതാണ് ഗോവിന്ദ മാഷ് വളരെ കൃത്യമായിട്ട് തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടിക്കകത്തുള്ള നടപടികളും അതല്ലാത്ത കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള നടപടികളും എല്ലാ കാര്യത്തിലും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തമായി ഇന്നതെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നെനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കോട്ടൂളി ലോക്കലിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഉൾപ്പെടെ ഇതിൽ വരുന്നുണ്ട്. അത് പക്ഷേ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും ഈ പ്രശ്നം അത് ഒതുക്കി തീർത്തുകൊണ്ട്
ഈ ഇദ്ദേഹത്തെ വെള്ളപൂശാനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ഈ കറക്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഈ എല്ലാ ഫ്രാക്ഷനിലും അത് ചർച്ചയായിട്ട് വരുന്നൊരു ഒന്നായിട്ട് മാറും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് അല്ലാത്ത പൊതുരംഗത്ത് എങ്ങനെ വന്നാൽ, ഞാനതുകൊണ്ടാണ് ആകാശ് ചില്ലങ്കേരിയുടെ കാര്യമൊക്കെ പറഞ്ഞത്, അതൊക്കെ ഉണ്ടാക്കുന്ന പരിക്ക് പോലെ പാർട്ടിയായിട്ട് ബന്ധമില്ല, പാർട്ടി ഞങ്ങൾ തള്ളിക്കളഞ്ഞാൽ അത് ലോങ് ടേം ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് താങ്കൾ. വസീഫ്, ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ പ്രമോദ് കോട്ടുള്ളി എന്ന സഖാവിനെ നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അദ്ദേഹം പഴയ പദവികളോടെ കൂടി തന്നെ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിൽ നിന്ന് താങ്കൾ എന്തിനാണ് വഴുക്കിക്കളയുന്നത്? നിങ്ങൾ സമീപ ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടപടി ഇസ് ഓൾറെഡി ഡൺ എന്നാണോ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ താങ്കൾ അത് പറയാതിരിക്കുന്നു. സാധാരണ നിലയ്ക്ക് ഒരു വിവാദം ഉണ്ടായാൽ ഒരു കോമ്രേഡിനെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുകയും അയാളുടെ വാഴ്ത്തുക്കൾ പറയുകയും ചെയ്യാറുണ്ട് നിങ്ങൾ. ഇവിടെ എന്താണ് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുന്നത്? നിഷാദേ, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ കുറേ നേരം പലരും പറഞ്ഞല്ലോ, ഒരു കാര്യവുമില്ലാതെ. ഇപ്പം അതിലൊന്ന് ഈ മാഷാ അല്ലാ സ്റ്റിക്കറും മറ്റതൊക്കെ പറഞ്ഞു, അതൊക്കെ നമ്മൾ ഇത്ര ദിവസം ചർച്ച ചെയ്തതാണ്. എന്നാൽ ചർച്ച ചെയ്യാതെ പോയ 3 കൊലപാതകങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റി അതൊന്ന് പോയി അന്വേഷിക്കണം. ആരൊക്കെയാണെന്നറിയോ? ലാൽജി, മധു, ഹനീഫ. ഈ ഹനീഫയുടെ ഉമ്മ പറഞ്ഞ വാക്കുകളുണ്ട് ഇപ്പോഴും. എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽപ്പെട്ട ആളാണ് എൻ്റെ മകനെ കൊല്ലാൻ ആളെ പറഞ്ഞയച്ചത് എന്ന രീതിയിലാണ്. അവരുടെയൊക്കെ മക്കളുടെ മുമ്പിൽ വെച്ചും അതുപോലെ തന്നെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ചൊക്കെ അരുങ്കൊല ചെയ്തതാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കൊലപ്പെടുത്തിയതാണ് ഈ മധു, ലാൽജി, അതേപോലെ തന്നെ ഹനീഫയൊക്കെ. നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരിരക്ഷ തരുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ പുണ്യാളന്മാരാണ് എന്ന് കരുതരുത്. നിങ്ങളുടെ കൈകളിലുള്ളത് രക്തക്കറയാണ്, നിങ്ങളുടെ കൈകളിലുള്ളത് അഴിമതിപ്പണമാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ ഇടപാടുകളും ഇതുപോലെ ചൂഷണം നടത്തി, അഴിമതി നടത്തി, തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയതാണ്. ഇവിടെ എത്രയെത്ര ആരോപണങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെയൊക്കെ വന്നു. ഇവിടെ മാധ്യമങ്ങളും മറ്റു ചാനലുകളോ അല്ലെങ്കിൽ ഈ കേരളത്തിലെ പൊതു മാധ്യമ സംവിധാനങ്ങളോ ഒന്നും ചർച്ച ചെയ്യില്ല എന്ന് കരുതി നിങ്ങളൊക്കെ അങ്ങ് മിടുക്കന്മാരാണ് എന്ന് കരുതി അങ്ങ് പോകരുത് കേട്ടോ. നിങ്ങളുടെ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ വ്യക്തികളൊക്കെ നടത്തുന്ന അക്രമങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ തന്നെ അല്ല. ഏത് അന്വേഷണം? ഇനി ഒറ്റ കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോട്ടെ, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾ പറയുന്ന ശുദ്ധ നുണയും ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ടതാ. നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ അതും ഇതുമൊക്കെ ഒന്നല്ലേ എന്ന്. അന്ന് ആരാ റിജിലെ പരാതിക്കാരൻ? പരാതിക്കാരൻ? മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന നിങ്ങളുടെ KPCCയുടെ ഭാഗമായി നേതൃത്വമായി പ്രവർത്തിക്കുന്ന പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ നേതാവ് പരാതിക്കാരനാണ്. ഇന്നും ജീവനോടെ ഉണ്ട്. നിങ്ങൾ പോയി ചോദിക്ക്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ വിവരിക്കുക. ഞങ്ങൾ ചാടിക്കേറി ഇല്ലാത്ത പരാതികൾ കൊണ്ടുവന്ന് പരാതി കൊടുപ്പിച്ച് അന്വേഷണം നടത്തിച്ച് അങ്ങനെയൊന്നും ചെയ്തതല്ല, ഞങ്ങൾ ചെയ്തതല്ല. എന്തിനാ നിങ്ങൾ ഞങ്ങളെ പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെ കൂട്ടാളികളുടെയും അഴിമതികളെ കുറിച്ചും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് പണം കൊടുത്തത് എന്നുമൊക്കെ വളരെ വ്യക്തമായി ആ വന്ധ്യവയോധികൻ ദീർഘനാൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആള് വളരെ പച്ചക്ക് പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു സംഭവത്തിന് എന്തിനാ ഞങ്ങൾ ഊഹാപോഹം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? സലീം രാജിനെയും ജിക്കുമോനെയും ജോപ്പനെയും ഒക്കെ ഈ കേരളം മറന്നുപോയോ? അപ്പൊ നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ ഗണത്തിൽ കൂട്ടിക്കെട്ടരുത്. ഞങ്ങൾ എന്തെങ്കിലും ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രം എടുത്തുപയോഗിക്കുന്നവരാ. നിങ്ങൾക്കെതിരെയൊക്കെ എന്തൊക്കെ ഗോസിപ്പുകളും ആരോപണങ്ങളും നിങ്ങളിൽപ്പെട്ടവർ ഞങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ വിളിച്ചു പറഞ്ഞ് വാർത്തയാക്കി വേണമെങ്കിൽ ഒരു റൂമർ ഉണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിക്കാം. ഞങ്ങൾ അതിനൊന്നും മെനക്കെടാറില്ല. ഞങ്ങൾ അത്തരക്കാരല്ല റിജിൽ. സോളാറിന്റെ കാലത്ത് ഈ എല്ലാവരും രണ്ട് കാര്യങ്ങൾ. സോളാറിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനോട് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത സമീപനം എന്തായിരുന്നു? കോൺഗ്രസിനെ എല്ലാ കാലത്തും മാധ്യമങ്ങൾ സഹായിക്കുകയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അന്നത്തെ UDF സർക്കാരിനോട് മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം വിമർശനാത്മകമായിരുന്നു എന്നതിൽ താങ്കൾക്ക് തർക്കം ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, അന്ന് നിയമസഭയിൽ അടക്കം പ്രസംഗിക്കുമ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ, ഉപയോഗിച്ച ആംഗ്യങ്ങൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. അല്ല, VS പോലെയുള്ള കേരളത്തിലെ ഒരു പരിണതപ്രജ്ഞനായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വരും വരില്ല എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഏതൊരു മാധ്യമ പ്രവർത്തകർ അങ്ങനെ ആക്ഷേപിച്ച് VS അങ്ങ് മോശമാക്കാമെന്ന് കരുതിയാൽ അതൊന്നും കരുതേണ്ട. VS എന്താ ഉദ്ദേശിച്ചത്? താങ്കൾക്ക് കോൺഗ്രസിനോടുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിചാരിക്കുകയാണ്. കൊലപാതകത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സോളാറിന്റെ കാര്യമായാലും എന്റെ ചോദ്യം പറഞ്ഞില്ല. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. വേഗം നിഷാദ്, ഞാനൊരു പൊതുകാര്യ പറയുന്നത്.
ഞാനൊരു പൊതുകാര്യമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ശരിയായ നന്മയുള്ള നല്ല പൊതുപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പൊതുപ്രവർത്തനത്തിന്റെ ആകർഷണീയതയിലേക്ക് ഇതിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായി വരേണ്ടതുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇല്ലാ കഥകൾ പെരുപ്പിച്ച് ഇതാകെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരൊക്കെ മോശക്കാരാണ്, ഇത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു പൊതുബോധ സൃഷ്ടിയിലേക്ക് നിങ്ങൾ കൊണ്ടുചെന്നെത്തിക്കരുത്. അത് ഈ നാടിനെ അരാഷ്ട്രീയതയിലേക്ക് കൊണ്ടുവന്ന് തള്ളും. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചാനൽ തുറന്നു കഴിഞ്ഞാൽ ആളുകൾ കരുതുക ഈ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, അവരാണ് ഈ പ്രശ്നങ്ങൾ. ഒന്ന് സർക്കാരിനെയല്ലേ, നമ്മൾ സർക്കാരിനെയും റൂളിംഗ് പാർട്ടിയെയും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും ഓഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾക്കുണ്ട്, അതല്ലേ മീഡിയ നിർവഹിക്കും. നിഷാദ്, ഞാൻ എന്റെ ബോധ്യത്തിൽ പറയാം, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് താങ്കളുടെ കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ ചോദ്യം ചെയ്താൽ രാഷ്ട്രീയ മേഖലയാകെ തന്നെ കളങ്കിതമായി പോകും എന്ന വിചാരം കൊണ്ടുപോയാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെ, അല്ല, അങ്ങനെയല്ല നിഷാദെ, ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, മറ്റൊന്നും കരുതരുത്. നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ട്, രക്ഷിതാക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും അതിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ഓക്കെ, ഒരു തരിമ്പ് പോലും ശരിയല്ലാത്തത്, ഒരു വസ്തുതയുമില്ലാത്തത്, ഒരു എവിഡൻസും ഇല്ലാത്തത് എടുത്ത് നിങ്ങൾ ഉയർത്തി പുകമറകൾ സൃഷ്ടിച്ച് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സംഘടനകളെ അവരെ മോശമാക്കി ചിത്രീകരിക്കാൻ ദയവ് ചെയ്ത് കേരളത്തിലെ മാധ്യമങ്ങളും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മെനക്കെടരുത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രമോദ് കോട്ടൂരിയായാലും നമ്മൾ പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ല. താങ്കളെ കുറിച്ച് പറഞ്ഞില്ല. താങ്കൾ കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ആളാണ്. താങ്കൾക്ക് ഇത്ര വിമർശനമുണ്ടോ? ഡിവൈഎഫ്ഐ പ്രസിഡന്റും ഡിവൈഎഫ്ഐ മൊത്തം കുഴപ്പമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. റിജിൽ മാക്കുറ്റി കോൺഗ്രസിന്റെ യുവ നേതാവാണ്. നിങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പറയുന്ന പോയിന്റ് എന്താണ്? ചില ഘടകങ്ങൾ ഉയർന്നു വരുന്നു, ചില പരാതികൾ വരുന്നു, ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ തന്നെ ആ സംശയത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം. ഞാൻ പറഞ്ഞു വന്നത് അവസാനിച്ചോട്ടെ. പ്രേക്ഷകർ ചിലപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം, പക്ഷെ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു തരിമ്പ് വസ്തുതയുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം. അത് പ്രമോദ് കോട്ടൂളി ആകട്ടെ, അത് വസീഫ് ആകട്ടെ, മുഹമ്മദ് റിയാസ് ആകട്ടെ, ആരുമാകട്ടെ. നിങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് തെളിവില്ലാത്ത, പരാതിയില്ലാത്ത, അന്തരീക്ഷത്തിൽ കിടക്കുന്ന എന്തെന്നറിയാത്ത ആരോപണങ്ങളെ പിടിച്ചു പോകരുത്. അങ്ങനെ പിടിച്ച് നിങ്ങൾ പോകരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തെറ്റുതിരുത്തൽ പാതയിലാണ് എന്ന്. ഞങ്ങൾ ഇപ്പോഴൊന്നുമല്ല, ഞങ്ങളുടെ പ്രവർത്തന രീതി തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും തെറ്റുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്ന സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടായി വരിക എന്നത് സാധാരണമാണ്. ആ ചോദ്യം ചോദിക്കൽ എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളെ കുരിശു തറയ്ക്കാനുള്ള ഉദ്ദേശത്തിനില്ല. നോക്കൂ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ വസീഫ് ബാർ കോഴ കേസ് നിങ്ങൾ എന്ത് കലാപം ഉണ്ടാക്കിയ കേസാണ്. ആ ബാർക്കോഴ കേസ് നിങ്ങൾ ഇപ്പോൾ ഓൺ ചെയ്യുന്നുണ്ടോ? ആ സമരത്തെ നിങ്ങൾ അതിലെ പ്രധാനപ്പെട്ട കക്ഷിയെ എടുത്തില്ലേ? നിങ്ങൾ എന്തുമാത്രം റെസ്പോൺസിബിൾ ആയി നടത്തിയ സമരമാണത്. നിങ്ങൾക്ക് ഇപ്പൊ ആ പൊസിഷൻ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് ഒപ്പിച്ച് നിങ്ങൾ ഒരു മാതൃകാ നിലപാട് പ്രഖ്യാപിക്കല്ലേ? അതിൽ കുഴപ്പമില്ല. ഞങ്ങൾ അതിൽ അടിസ്ഥാനപരമായി ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ നിങ്ങൾ കോഴമാണിന്ന് വിളിക്കോ? അനുസരിച്ച് ഈ കെ എം മാണിയെ കോഴമാണിന്ന് വിളിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ. എങ്ങനെ കോഴമാണി എന്ന് വിളിച്ചല്ലോ? നിങ്ങൾ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കും. സാഹചര്യം ബോധ്യമില്ലാതെ പ്രഖ്യാപിക്കാൻ പാടില്ല. കെ എം മാണി മഹാനായ നേതാവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മാരകം പണിയാൻ 5 ലക്ഷം ബജറ്റിൽ അനുവദിച്ച പാർട്ടിയായത്, സർക്കാരായത്. അച്യുതാനന്ദന്റെ പ്രസംഗം ഉണ്ടായിരുന്നു, നരകത്തിൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു മാണിക്കെതിരെ. അതൊക്കെ പറയുമ്പോ ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങള് ഞങ്ങൾ പറഞ്ഞതിൽ നിന്നൊന്നും അവസരവാദപരമായി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട്, രാഷ്ട്രീയക്കാരോട് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള നിലപാട് അവസരവാദപരമായി പ്രഖ്യാപിക്കുകയല്ലേ ചെയ്തത്? കേരളത്തിലെ ബാറുകളെല്ലാം പൂട്ടിയിട്ട് പിന്നെ തുറക്കാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്ന കേരളത്തിലെ UDF ആയിരുന്നില്ലേ? അല്ല, നിങ്ങൾ അത് കെ എം മാണി മന്ത്രിയാണ് കോർണർ ചെയ്തത്. മാണി ബജറ്റ് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പമാണ്. എന്നാലും പറഞ്ഞു നമ്മൾ സോളാറിന്റെ കഥ പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ. ഒറ്റക്കെട്ടായി നമ്മൾ സോളാറിന്റെ കഥ പറഞ്ഞ് കഴിഞ്ഞുള്ളൂ. സോളാറിന്റെ കാലത്ത് ചർച്ചയ്ക്ക് നിന്നവരാണ് ഞാനും വസീഫും റിജിൽ മാക്കുറ്റിയും A. സജീവനും അടക്കമുള്ള ആളുകൾ.
അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായിരുന്നു? കേരളത്തിലെ മാധ്യമങ്ങൾ പരിധി വിട്ട് സർക്കാരിനെ വേട്ടയാടി. അതൊരു മുഖ്യമന്ത്രി- സിഡിയുടെ പുറകെ പോയി എന്നുള്ള ആക്ഷേപം പോലും ഇപ്പോഴും കേൾക്കുന്നവരാ. ഒരു മുഖ്യമന്ത്രി ഇതുപോലെ വേട്ടയാടിയത്, മുഖ്യമന്ത്രിന്റെ എവിടെ പോകുമ്പോൾ മൈക്കും കൊണ്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ, നിങ്ങളുടെ ദേശാഭിമാനിയുടെ അവസാനം അദ്ദേഹം മരിച്ചപ്പോൾ പോലും മാധവൻകുട്ടിക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടില്ലേ? അതുപോലെ പിണറായി വിജയന്റെ കയ്യിൽ അടുത്തേക്ക് ഏതെങ്കിലും മാധ്യമങ്ങൾ പോകുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ? അല്ല, ശ്രീധരൻ നായരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലായിരുന്നു ആദ്യം. എനിക്ക് ഓർമ്മയുണ്ട്. നിഷാദെ, ഈ പറയുന്ന ആരോപണത്തിനപ്പുറത്തേക്ക് മറ്റ് ആരോപണങ്ങൾ ഇത് പറഞ്ഞില്ല. പക്ഷെ ഒറ്റ സെക്കൻഡ് റിജിലെ, വസീഫ് ഇത് പറഞ്ഞില്ല. വസീഫ് തന്ത്രപരമായി പ്രമോദിനെ ഓൺ ചെയ്യാതിരിക്കാൻ വസീഫ് തന്ത്രപരമായി ശ്രമിക്കുന്നു. പ്രമോദിനെ ഓൺ ചെയ്യാതിരിക്കാൻ, പ്രമോദിന്റെ കാര്യം മിണ്ടാതിരിക്കാൻ വസീഫ് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. പ്രമോദ് പരിശുദ്ധനാണ്, പ്രമോദ് ഞങ്ങളുടെ റിയൽ കോമ്രേഡ് ആണ്, പ്രമോദ് CPIM-ന്റെ ആശയ അടിത്തറകളിൽ നിന്ന് വ്യതിചലിക്കാത്ത ആളാണ് എന്ന് പറയുന്നില്ല താങ്കൾ. നിങ്ങൾ ഇതിനിടയിൽ നിങ്ങളുടെ അജണ്ട അങ്ങ് നടപ്പിലാക്കി പോലെ നിഷാദെ, അങ്ങനെ പോലെ നിങ്ങൾ മാത്രം ബുദ്ധിയുള്ള ആള്. നമ്മുടെ അജണ്ടകളെ കുറിച്ച് പറയട്ടെ. നമ്മുടെ ചർച്ചകൾക്ക് ഒരു അജണ്ട ഉണ്ടല്ലോ. നമ്മുടെ ചർച്ചയ്ക്ക് ഒരു അജണ്ട ഉണ്ടല്ലോ. ഒരു കാര്യം, ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അല്ല, ശ്രീധരൻ നായർ കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടോ? ശ്രീധരൻ നായർ കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ നായർ കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ നായർ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ നായരുടെ അഭിമുഖം ആദ്യമായി സംപ്രേഷണം ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ പരാതി ഉണ്ടായിരുന്നു. എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ആവർത്തിക്കാതെ വസീഫ്, ആവർത്തിക്കാതെ ഉണ്ട് ആ രഹസ്യമൊഴി ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ ആ രഹസ്യമൊഴി ഏറ്റെടുത്തിട്ടുണ്ട്. അത് ചർച്ചയാക്കിയിട്ടുണ്ട്, വിമർശനമാക്കിയിട്ടുണ്ട്. അല്ല, ശ്രീ റിജിൽ മാക്കുറ്റി നോക്കൂ, ഒറ്റ കാര്യമുള്ളൂ. അതായത് പ്രമോദ് കോട്ടുള്ളി പരിശുദ്ധനാണ് എന്ന് പറയുന്നില്ല വസീഫ്. ആ വിഷയം അദ്ദേഹം നൈസായി സ്കിപ്പ് ചെയ്യാണ്. ശ്രീ നിഷാദ്, അതാണ് പ്രമോദ് കോട്ടപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ പോളണ്ടിനെ കുറിച്ച് പറയാൻ പാടില്ല. ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ്. അതിന് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വസീഫ് പറ, പ്രമോദ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളാണ്, പ്രമോദ് കളകറഞ്ഞ സഖാവാണ്, പ്രമോദ് അഴിമതിക്കാരനല്ല എന്ന് വളരെ കൃത്യമായി ഈ ഫ്ലോറിൽ വെച്ച് വസീഫിന് പറയാൻ പറ്റുമോ? വസീഫിന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് എന്താ, പ്രമോദ് എന്ന് പറയുമ്പോൾ മറ്റ് ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ കാരണം പ്രമോദിനെതിരായി ഇവർ സംഘടനാപരമായ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്? ഈ അഴിമതി പണം അല്ലെങ്കിൽ ഈ പണം വാങ്ങാൻ പ്രമോദ് കൂട്ടുവന്നു എന്നുള്ളത് കൃത്യമായ വിവരം ഇത് പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് വസീഫ് ഇപ്പോൾ അതിനകത്ത് ഉരുണ്ട് കളിക്കുന്നത്. അതാണ് വസ്തുത. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും, നിങ്ങൾ നടത്തിയിട്ടുള്ള പല വിഷയങ്ങളും ഈ നമ്മുടെ മുമ്പിലില്ലേ? നിങ്ങളിപ്പോൾ പല ആളുകളുടെ കേസും പറഞ്ഞല്ലോ. നിങ്ങളൊരു സഹപ്രവർത്തകനല്ലേ DYFI-കാരൻ എരഞ്ഞോടിയിൽ പെരുന്താറ്റിൽ കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിയ സ്ഥലത്തു നിന്നും കൊന്നതാരാ? DYFI-കാരനല്ലേ? എല്ലാം ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കൊന്നലെ ഒരു പ്രതിയെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല, ഞങ്ങൾ അവർക്ക് മണിയറ സൃഷ്ടിച്ചു കൊടുത്തിട്ടില്ല, ഞങ്ങൾ അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല, ഞങ്ങൾക്ക് അവർ പരോള് കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തു കൊടുത്തില്ല. അങ്ങനെ ചെയ്യുന്നവർ നിങ്ങളാണ്. വെല്ലുവിളിക്കുക. ഈ പറയുന്ന കേസിനകത്ത് പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ മുമ്പിൽ വെല്ലുവിളിക്കുക ഞങ്ങൾ. അപ്പൊ അതാണ്, അതും ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു സെക്കൻഡ്, വസീഫിന്റെ ഫോൺ കട്ടായിട്ട് നോക്കണേ. PCR ഒന്ന് ശ്രദ്ധിക്കും. വേഗം പൂർത്തിയാക്കും. മനസ്സിലാക്കുക. പിന്നെ ഒറ്റൊരു കാര്യം, നിങ്ങൾ K. സുധാകരനെതിരായി ആരോപണം ഉന്നയിക്കുന്ന ഒരു അഴിമതിക്കാരനെ, തട്ടിപ്പുകാരൻ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അയാളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്താ കേസെടുത്തില്ലേ? വിജിലൻസ് കേസെടുത്തില്ലേ? അയാൾ കേസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയൊന്നുമല്ലാത്ത DYFI-ക്കകത്ത് പ്രവർത്തിച്ച് അഴിമതി കാണിച്ചു എന്നതിന്റെ പേരിൽ നേതാക്കന്മാർ അഴിമതി കാണിക്കുന്നു. കൂടെ വർക്ക് ചെയ്യുന്ന DYFI-യുടെ ജില്ലാ സെക്രട്ടറി സ്വർണം കടത്തുകാരുടെ ഏജന്റ് ആണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുറത്താക്കിയല്ലേ ചെയ്തത്? പാർട്ടി മറ്റേ നിങ്ങൾ ഷാജിറിനെ നിങ്ങളുടെ കമ്മിറ്റിയിലെ യുവജനക്ഷേമ കമ്മീഷനാക്കി. വസീഫ് റിജിലി ചോദിക്കുന്നത്, പ്രമോദ് കോട്ടുള്ളി പരിശുദ്ധനാണ്, അയാൾ പാർട്ടിയിൽ ഉണ്ടാവും, ഇപ്പോഴത്തെ പദവികൾ ഉണ്ടാവും, ഒരു നടപടി ഉണ്ടാവില്ല, അയാൾ ഞങ്ങളുടെ സഖാവാണ് എന്ന് ഈ ചർച്ചയിൽ പറയാൻ, അത് റെക്കോർഡ് ചെയ്യാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഇല്ല എന്നാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റിജിൽ മാക്കുറ്റി കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഒരു മാസം കഴിഞ്ഞിട്ട് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രത്യേകിച്ച് കോൺഗ്രസ് ആയതുകൊണ്ട് ഒട്ടും പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഇപ്പൊ ഞാൻ ഗ്യാരണ്ടി പറയേണ്ട ആളാണോ ഞാൻ? പ്രമോദ് കോട്ടപ്പള്ളി നിങ്ങൾക്ക് സത്യസന്ധനാണെങ്കിൽ ഇവിടെ പറഞ്ഞൂടെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു പണവും വാങ്ങി 22 ലക്ഷം വാങ്ങിയിട്ടില്ല. അങ്ങനെ പറയാൻ ആരെ കുറിച്ച് പറ്റില്ല. ഒരു പരാതി ഈ വിവാദത്തിന്റെ കാര്യത്തിൽ അല്ല,
വസീഫ്, ഈ വിവാദത്തിന്റെ കാര്യത്തിൽ ഈ കേസിൽ അല്ല കട്ടയൊന്നുമില്ല. ഞാൻ എന്റെ സമയം അധികം എടുത്ത് താങ്കൾക്ക് ടൈം തരികയാണ്. നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ പേരിൽ. ഈ വിവാദത്തിന്റെ പേരിൽ പ്രമോദ് കോട്ട്ലിയുടെ രോമത്തിൽ ആരും തൊടില്ല, പാർട്ടിയും തൊടില്ല, പുറത്തും ആരും തൊടില്ല എന്ന് വസീഫ് പറയുമോ? എങ്ങനെ ഈ വിവാദത്തിന്റെ പേരിൽ, ഈ പരാതിയുടെ പേരിൽ പ്രമോദ് കോട്ട്ലിക്കെതിരെ ഒരു നടപടിയും ഒരു ഇല അനങ്ങാൻ പോകുന്നില്ല എന്ന് പറയുമോ? അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ PSC അംഗം ആയി ആരെങ്കിലും നിയമിക്കുന്നതിന് പണം കൊടുത്ത ഒരു പരാതിയും ഞങ്ങളുടെ കൈകളിലില്ല. എനിക്ക് വ്യക്തമാണ്. ഇനി എനിക്ക് ചോദ്യമില്ല. അല്ല സജീവൻ, ഇൻ ടോട്ടൽ താങ്കൾക്ക് ഇത് കാണുമ്പോൾ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മല്ലേലി ശ്രീധരൻ നായർ കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. CBIക്ക് വിട്ടില്ല കേസ്. അല്ല സജീവൻ, സമയം കഴിഞ്ഞു. രജിലെ ഉമ്മൻചാണ്ടിക്കെതിരെ ഞങ്ങൾ വെറുതെ സമരം അതല്ല, എല്ലാവർക്കും അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ല സജീവൻ, ഒരു തേർഡ് പേഴ്സൺ നിലയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത് കാണുമ്പോൾ നമ്മുടെ ഒരു ടേക്ക് അവേ എന്താണ് വെച്ചാൽ CPM ഇതിനകത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണത്തിൽ വിജയിക്കുന്നുണ്ടോ CPM? സജീവൻ, തർക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ആ തർക്കത്തിലേക്കൊക്കെ പോകും. ഇതിന് ഞാൻ കാണുന്നത് വളരെ കൃത്യമായ രൂപത്തിൽ, ഇപ്പം വസീഫ് ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് വെച്ചാൽ അത് ഈ തെറ്റാണോ ശരി? വസീഫ് തന്നെ പറഞ്ഞല്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്നാളുണ്ടാവും എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ച പോലെ ഇത് കൃത്യമായ ഗൗരവത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പാർട്ടി കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഇത് പാർട്ടി തലത്തിൽ അന്വേഷിക്കേണ്ട കാര്യം പാർട്ടി തലത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കും. പോലീസ് നിയമപരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് എടുക്കും. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞാണ്. അത് അദ്ദേഹം ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് നിലയ്ക്ക് കൈകാര്യം ചെയ്യും എന്ന് താങ്കൾ മനസ്സിലാക്കുകയാണ്. എനിവേ, എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. സമയം ഒന്ന് കടന്നുപോയി. ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു സജീവൻ, റിജിൽ മാക്കുറ്റിയൊപ്പം വസീഫ് ചർച്ചയിൽ പങ്കെടുത്ത്